യഹോവ എന്റെ നല്ല ഈട്, എനിക്കു മുട്ടില്ലെങ്കും നീനും. യഹോവ എന്റെ നല്ല ഈട്, എനിക്കു മുട്ടില്ലെങ്കും നീനും. എന്നെ പച്ചയ പുൽപ്പുറമായത്, എന്നെ പച്ചയ പുൽപ്പുറമായത് എന്നും നടത്തി കിടത്തുന്നു ക്ഷേമമ, എന്നും നടത്തി കിടത്തുന്നു ക്ഷേമമ. യഹോവ എന്റെ നല്ല ഈട്, എനിക്കു മുട്ടില്ലെങ്കും നീനും. യഹോവ എന്റെ നല്ല ഈട്, എനിക്കു മുട്ടില്ലെങ്കും നീനും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 23-ാം സങ്കീർത്തനം എല്ലാ കുഞ്ഞുങ്ങൾക്കും വരെയും അത് കാണാപ്പാടമായ ഒരു അധ്യായമാണല്ലോ. എന്നാൽ അതിലെ ചില വിഷയങ്ങൾ ഓർമ്മിപ്പാൻ ആണ് ഇന്ന് പ്രഭാതസമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് താൻ ഇപ്രകാരം ഒരു സങ്കീർത്തനം രചിപ്പാൻ കാരണമായതിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശൗലിൻ്റെ അനുസരണക്കേട് നിമിത്തം ഇസ്രായേലിലെ രാജാവായി വേറൊരുവനെ വാഴിക്കണമെന്ന് ശമൂവേൽ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തപ്പോൾ ഈശായുടെ ഭവനത്തിലേക്ക് അഭിഷേക തൈലവുമായി കടന്നുപോയ ശമൂവേൽ അവിടെ ചെന്ന് തൻ്റെ ഈശായുടെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി അവരെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ ആരംഭിച്ചു. ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ കാട്ടിൽ ആടിനെ തീറ്റിക്കൊണ്ട് നടന്ന ദാവീദിനെ വരുത്തുവാൻ ആ സാഹചര്യം അന്നേരം അങ്ങനെ ആയിത്തീർന്നു. അങ്ങനെ ദാവീദ് വന്നപ്പോൾ യഹോവ പറഞ്ഞു, ഇവനാണ്, ഇവനെ അഭിഷേകം ചെയ്തോളാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ അഭിഷക്തൻ അല്ലെങ്കിൽ ദാവീദിൻ്റെ തലയിൽ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുന്ന നിമിഷം മുതൽ അവൻ്റെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങളൊക്കെയും ഒരുപക്ഷെ ശത്രുക്കളായി കാണാം. അതുകൊണ്ട് പറഞ്ഞ്, നീ എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഒരു ആടിൻ്റെ ഇടയനറിയാം ആടിനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്യുക എന്നുള്ളത്. കാരണം കാടുകളിലും പുൽപ്പുറങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഈ ഈച്ചകളും വണ്ടുകളൊക്കെയും വന്ന് അതിൻ്റെ ചെവിയിൽ കയറാതിരിപ്പാൻ ആടിൻ്റെ തലയിൽ എപ്പോഴും എണ്ണ കൊണ്ട് അത് എണ്ണ പുരട്ടാറുണ്ട്. ദാവീദിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഒരു അഭിഷക്തന് അല്ലെങ്കിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവന് വളരെ ശക്തമായിട്ട് പറവാനുണ്ടായിരുന്ന ഒരു വിഷയമാണ് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഈ ഇടയനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഗൈഡ് അല്ലെങ്കിൽ ഒരു നേതൃത്വം ആവശ്യമായ ഒരു മൃഗമാണ് ആടെന്ന് പറയുന്നത്.
അതിന് എപ്പോഴും ഡയറക്ഷൻ ആവശ്യമാണ്. 100 പ്രാവശ്യം ഒരു വഴി കൂടെ കൊണ്ടുപോയാലും പിന്നത്തേതല്ല പഠിക്കത്തില്ല. അങ്ങനെയൊരു ഇതാണ്. അപ്പോൾ ദാവീദ് പറയാണ്, യഹോവ എൻ്റെ ഇടയനാകും. തൻ്റെ ജീവിതത്തിൽ യഹോവ ഇടയനായി കാണപ്പെട്ടതിനാൽ തൻ്റെ ജീവിതം പിന്നത്തേതിൽ ധന്യമായി തീരുവാൻ കൊണ്ടേയായി തീർന്നു. പ്രിയ ദൈവമേ, ഞാനൊരു കാര്യം ഓർപ്പിക്കാം. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും എങ്ങനെയൊക്കെ ആയിരുന്നാൽ തന്നെയും നമ്മളെ നടത്തുവാൻ, നമ്മളെ പാലിപ്പാൻ, നമ്മളെ സൂക്ഷിപ്പാൻ, നമുക്കൊരു ഗൈഡൻസ് തരുവാൻ ഗുണം നമുക്ക് നല്ല ഇടയനായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു പ്രകാരം പറഞ്ഞ്, ഞാൻ നല്ല ഇടയനാകുന്നു. ആ നല്ല ഇടയൻ്റെ പിന്നാലെ അവൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ ഗുണം. സർവശക്തനായ കർത്താവ് നമ്മുടെ എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. ദാവീദ് പറയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അന്ത്യം വരെയും ആ നിത്യതയിലെത്തും വരെയും ആ നല്ല ഇടയനായ ക്രിസ്തുവിനെ പിൻപറ്റി മുന്നോട്ട് പോകാൻ ഗുണം. സർവശക്തനായ കർത്താവ് നമ്മുടെ എവരുടെ ജീവിതത്തെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചെറിയ ചിന്തയാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.